സുഖലോലുപതയുടെ നെറുകയിൽ വിരാജിച്ച ചക്രവർത്തിമാരുടെ ലോകത്ത് ലോകത്തിന്റെ നായകനിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കണം. സ്വർഗീയ സാമ്രാജ്യങ്ങളെപ്പോലും ഇളം പുഞ്ചിരിയാൽ നിയന്ത്രിച്ച ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടികയുടെ ചുമരും ഈത്തപ്പനമടലുകളുടെ മേൽക്കൂരയിലും തീർത്ത കൂരയിലായിരുന്നു തങ്ങിയിരുന്നത്. പ്രൗഢോജ്വലമായ ഭൗതിക സാമ്രാജ്യങ്ങളുടെ അമരക്കാരനായി മാറിയിട്ടും സർവ്വസുഖ സൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങളിലല്ല, മറിച്ച് അങ്ങേയറ്റം വിഷമതകൾ നിറഞ്ഞ ചെറുകുടിലുകളിലായിരുന്നു ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്. പ്രവാചക ഭവനങ്ങളിൽ ചിലതിന്റെ ചുമർ ഇഷ്ടികയാണെങ്കിൽ മറ്റ് ചിലതിന്റേത് കല്ലുകൾ അടുക്കി വെച്ചതായിരുന്നു. പല വീടുകളുടെയും മേൽക്കൂര ഈത്തപ്പനയോലകൾ മാത്രമായിരുന്നു. ചിലതാകട്ടെ മരക്കഷ്ണങ്ങൾക്ക് മുകളിൽ ഓലയും മണ്ണും മാത്രം പാകിയത്. മിക്ക വീടുകൾക്കും അധികം വിശാലതയോ കൂടുതൽ സൗകര്യങ്ങളോ ഇല്ലാത്ത ഉറങ്ങാനുള്ള ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. 3-4 മീറ്റർ ചുറ്റളവ് മാത്രമായിരുന്നു വീട്ടിലെ മുറികളുടെ വിസ്തൃതി. നബിയുടെ വീടിനെ കുറിച്ച് ചരിത്രകൃതികളിൽ കാണപ്പെടുന്ന വിവരണങ്ങളുടെ ചുരുക്കം ഇങ്ങനെ വായിക്കാം. പ്രവാചകന്റെ വീടിന്റെ വിസ്തീർണം 6-7 മുഴത്തിൽ കവിഞ്ഞിരുന്നില്ല. കൈ ഉയർത്തിയാൽ മേൽപ്പുരയിൽ മുട്ടുമായിരുന്നു. മണ്ണിന്റെ ചുമരും ഈത്തപ്പനയോല കൊണ്ടുള്ള മേൽക്കൂരയും രമ്യഹർമ്മങ്ങളും മുന്തിയതും വില കൂടിയതുമായ ഗൃഹോപകരണങ്ങളും അന്തസ്സിന്റെ ഭാഗമായി പ്രവാചകർ കണ്ടില്ല. ഈന്തപ്പനയോല കൊണ്ടുള്ള പായ, ഈന്തപ്പനനാരുകൾ നിറച്ച തലയണ, തോൽവിരിപ്പ്, ഒരു മൺകുടം, പാനപാത്രം, കാരക്കയും ധാന്യവും സൂക്ഷിക്കാനുള്ള പാത്രം, ചുമരിൽ ഒരു മരത്തട്ടിക എന്നിവയായിരുന്നു ഗൃഹോപകരണങ്ങൾ. ആ കാലത്ത് അറബികൾ എല്ലാവരും ഇത്തരത്തിലുള്ള വീടുകൾ തന്നെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക എന്ന് നാം ചിന്തിക്കരുത്. കാരണം ആ അജ്ഞാനകാലത്ത് അവർ വീടുകളുടെ വലുപ്പവും ഉയരവും വിശാലതയുമെല്ലാം അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും അടയാളമായാണ് ഗണിച്ചിരുന്നത്. ജാഹിലിയ കവിതകളിൽ വീടുകളുടെ ഉയരം എടുത്തു പറഞ്ഞ് പെരുമ നടിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈത്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പായയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങിയിരുന്നത്. പലപ്പോഴും അതിന്റെ പാടുകൾ തിരുശരീരത്തിൽ പതിഞ്ഞു കാണാമായിരുന്നു. പതുപതുത്ത മൃദുലമായ തലയിണകളിലല്ല, മറിച്ച് മൃഗങ്ങളുടെ തുകലിനുള്ളിൽ പനയോല നിറച്ച് നിർമ്മിച്ച പരുക്കൻ തലയിണയിലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ചിരുന്നതെന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുമോ? ഒരിക്കൽ തൊയ്യ ഗോത്രത്തിലെ നേതാവ് സ്വർണ്ണ കുരിശ് ധരിച്ച് തിരുദൂതരുടെ വീട്ടിൽ അതിഥിയായി വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന തലയിണ അദ്ദേഹത്തിന് ഇരിക്കാൻ നൽകി ലോകത്തിന്റെ നായകൻ നിലത്ത് ഇരിക്കുകയും ചെയ്തു. അതിഥികൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഇരിപ്പിടം പോലും തിരുഭവനത്തിൽ ഉണ്ടായിരുന്നില്ലെന്നതും മറ്റൊരു വാസ്തവം. ഇനി പാത്രങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ വക്കുപൊട്ടിയത് കാരണം കമ്പിയിട്ട് മുറുക്കിയ ഒരു മരപ്പാത്രത്തിലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലും തേനും ഈത്തപ്പഴം കുതിർത്ത വെള്ളവും കുടിച്ചിരുന്നത്. റോമ പേർഷ്യൻ ചക്രവർത്തിമാർ സ്വർണപാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ച് സുഖലോലുപത കൊണ്ടാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നിരുന്നത് എന്ന കാര്യം നാം ഞെട്ടലോടെ ഓർക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ വിരിപ്പിലും, ചിലപ്പോൾ പായയിലും, ചിലപ്പോൾ തുകൽ ഷീറ്റിലും, ചിലപ്പോൾ കട്ടിലിലും, ചിലപ്പോൾ നിലത്ത് മണലിലുമാണ് ഉറങ്ങിയിരുന്നതെന്നതും ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ ഉറങ്ങിയെഴുന്നേറ്റ പ്രവാചകന്റെ ശരീരത്തിൽ പായയിൽ കിടന്നതിന്റെ അടയാളങ്ങൾ കണ്ട അനുചരന്മാർക്ക് വല്ലാത്ത മനോവിഷമമായി. അവർ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് വേണ്ടി ഞങ്ങളൊരു മെത്ത കൊണ്ടുവരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും ഇഹലോകവും തമ്മിൽ എന്ത് ബന്ധം? ഒരു മരത്തണലിൽ വിശ്രമിക്കുകയും അല്പം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു സഞ്ചാരിയെ പോലെയാണ് ഞാൻ ഈ ലോകത്ത്. സാമ്രാജ്യങ്ങൾ വിലക്ക് വാങ്ങാൻ കഴിയുന്നത്ര സമ്പന്നരായ അനുചരർ ഉണ്ടായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് ലാളിത്യവും വിനയവും ഇടകലർന്ന ജീവിത മാതൃകയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത്.